ഒരു സ്പിരിച്വൽ ബലമുണ്ട്, ഒരു ഹീലിംഗിന്റെ, ഒരു കൺസലേഷന്റെ സ്പിരിച്വൽ ബലമുണ്ട്. നീ ജീസനസിന്റെ ക്ലാസ് കേട്ടായിരുന്നു? ഐ മീൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നോക്കട്ടെ. മീനുമായിട്ട്. കുറിച്ച് പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റി നമ്മൾ പണ്ട് തൊട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഞാൻ സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എന്റെ ആണ്. സിസ്റ്റർ ഇത് കണ്ടായിരുന്നോ ജീസനസിന്റെ? ഞാൻ കണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ കണ്ടായിരുന്നോ? അത് പ്രേയറിനെ കുറിച്ചാ. കൊള്ളാം, നല്ല നല്ല ഡീപ്പ്. ഞാനും ശ്രദ്ധിച്ചായിരുന്നു, റീൽസിൽ ശ്രദ്ധിച്ചായിരുന്നു. ശരിക്കും ഈ പ്രയറും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ടോ? പ്രയറും കൊണ്ട് ജിറ്റെ നീ പള്ളിയിലൊക്കെ പോകുന്നില്ലടാ, ചുമ്മാ. ഓക്കെ, പ്രാർത്ഥന കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഡെഫിനിഷനായിട്ട് പെട്ടെന്ന് ചോദിച്ചത് കൊണ്ട് ഒരു കുഞ്ഞ് ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCCയിൽ പറയുന്നത്, മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ഇത്ര കട്ടിയൊന്നും കൂട്ടി പറയുന്നില്ല. അത് നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് എൻ്റെ ഈശോയെ എന്നൊക്കെ വിളിച്ചാൽ കേൾക്കാൻ ദൂരത്തൊക്കെ ഈശോ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ആകാശത്തിരിക്കുന്ന ഒരു ദൈവമൊന്നുമല്ല.